ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും സംഗീതയും സൂര്യയും കൂടെ പുറത്ത് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ സംഗീത എത്തി. അപ്പോൾ അവൾക്ക് സാരിയൊക്കെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് കോഴിക്കോടുള്ള സിൽക്ക് മന്ദിറിലേക്ക് പോയി. അങ്ങനെ ഇതുപോലുള്ള കുറേ ചെക്ട് സാരിയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവസാനം ഞങ്ങളുടെ കണ്ണിൽ 2-3 പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തന്നെ ഞങ്ങളൊന്ന് പിക്ക് ചെയ്തു, ഞങ്ങൾ വാങ്ങി. ഞങ്ങൾ നേരെ പോകുന്നത് ഗൂഗിൾ മാളിലേക്കാണ്. ഇനി സൂര്യയെ വെയിറ്റ് ചെയ്യണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ അവൾ ഇപ്രാവശ്യം പറഞ്ഞ സമയത്ത് എത്തിയിട്ടേ ഇല്ല. സംഗീതത്തെ വീട്ടിലേക്കുള്ള പാത്രങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ പറഞ്ഞു വന്നത് സൂര്യ. അങ്ങനെ സൂര്യയുടെ മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ടോയ്സ് നോക്കാൻ ഹാംലീസിൽ കയറി. പിന്നെ ഞങ്ങൾ മാക്സിലെത്തി. അവസാനം ഞങ്ങളൊരു തീരുമാനം എടുത്തു, ടോയ്സ് വേണ്ട, നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങി. 1:30 എത്താമെന്ന് പറഞ്ഞ സൂര്യ 1:30 കഴിഞ്ഞു, 1:45, 2 മണിയാവാൻ നേരത്തും എത്തിയിട്ടില്ല. അവസാനം ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 2 ഡ്രിങ്ക്സും പിന്നെ ഫ്രൈഡ് ചിക്കനും ഓർഡർ ചെയ്ത് അവിടെ നിന്ന് തന്നെ നെസ്റ്റോന്നാണ് വാങ്ങിച്ചത്. അവിടെ നിന്ന് തന്നെ കഴിക്കാൻ. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതേ ഗൂഗിൾ മാളിൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, സൂര്യയും കാത്തു. അങ്ങനെ കുറേ നേരം ഞങ്ങളെ പോസ്റ്റാക്കിയതിന് ശേഷം സൂര്യ എത്തിയിരിക്കുന്നു. കറക്റ്റ് സമയം 1:30 എത്താമെന്ന് പറഞ്ഞ ആൾ ഇപ്പം സമയം 3 മണിയായിട്ട് ഇപ്പോഴാണ് എത്തിയത് കേട്ടോ. ഇതാണ് അവളുടെ മോള് ഇലാനിയ. അയ്യോ വിശക്കുന്നേ, വേഗം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ സൂര്യ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുത്തെ ഫുഡ് മെനുവിൽ കുറേ നോക്കി അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ ഫുഡ് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഫുഡുകളെല്ലാം എത്തി. നെയ്ച്ചോറ്, വറുത്തരച്ച ചിക്കൻ കറി, ബീഫ് കിഴി പൊറാട്ട, മീൽസ്, അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കുറേ നേരത്തെ ഞങ്ങളെ സൊറ പറച്ചിലും കളിച്ചിരികൾക്കും ഒടുവിൽ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ബൈ.